നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ എക്സസ് വെയിറ്റ് കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്? കാരണം ഒരുപാട് ഹെവി ആയിട്ട് വർക്കൗട്ടുകൾ ഫോളോ ചെയ്തു, റിസൾട്ട്സ് ഇല്ല. ഒരുപാട് ഹെവി ഡയറ്റ് ഫോളോ ചെയ്തു, റിസൾട്ട്സ് ഇല്ല. വെയിറ്റ് ലോസ് പ്രോഗ്രാം കേൾക്കുമ്പോൾ തന്നെ ഒരു ഇറിറ്റേഷനിലെ കണ്ടീഷനോട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? കാരണം നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നു, വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ റിസൾട്ട്സ് ഇല്ല. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ റിസൾട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് കൂടിപ്പോകുന്നു. ഇതാണോ നിങ്ങളുടെ പ്രശ്നം? തീർച്ചയായിട്ടും അതിനുള്ളൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ എക്സസ് വെയിറ്റ് മൂലം നിങ്ങൾ ഒരുപാട് അൺഹെൽത്തി കണ്ടീഷനിലൂടെ പോകാനുള്ള കാരണം എന്തൊക്കെയാണ്? എങ്ങനെ നമുക്കതിന് ഒരു സൊല്യൂഷൻ കിട്ടി നമ്മുടെ എക്സസ് വെയിറ്റിനെ കുറച്ച് എങ്ങനെ സ്ലിം ആവാൻ പറ്റും, സ്മാർട്ട് ആവാൻ പറ്റും, അതിനേക്കാളും കൂടുതൽ നമുക്ക് എങ്ങനെ ഹെൽത്തി ആവാൻ പറ്റും എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. മിക്ക ആളുകളും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക്, നമുക്ക് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, ഹെൽത്തി ആയിരിക്കാൻ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, എത്ര കിലോ വെയിറ്റ് കുറക്കണമെന്നോ ഒരു കൃത്യമായ ഒരു ഗോൾ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ഗോളില്ലാത്ത വ്യക്തികൾക്കാണ് എപ്പോഴും റിസൾട്ട്സ് കുറഞ്ഞു വരാനുള്ള മെയിൻ റീസൺ. ഒരു 20 കിലോ വെയിറ്റ് കുറക്കാനുള്ള ഒരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 5 കിലോ എങ്കിലും കുറഞ്ഞാൽ മതി എന്നുള്ള ഒരു തോട്ട്സ് ആണ് അവർക്കുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത വരാനുള്ള മെയിൻ റീസൺ? അതല്ലെങ്കിൽ ഒരു 40 കിലോ വെയിറ്റ് കുറക്കാനുണ്ട്, ഒരു 30 കിലോ വെയിറ്റ് കുറക്കാനുണ്ട്, അത്തരമൊരു ആളുടെ ഒരു മാനസിക അവസ്ഥ ഒരു 5 കിലോ 10 കിലോ കുറഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സസ് വെയിറ്റ് കുറക്കാനും നിങ്ങൾക്ക് ഹെൽത്തി ഇംപ്രൂവ്മെന്റ് ആവാതിരിക്കാനുള്ള മെയിൻ റീസൺ. ആ ചിന്തയെ നിങ്ങൾ എന്നാണോ ചേഞ്ചസ് വരുത്തി നിങ്ങളുടെ യഥാർത്ഥ റിയൽ ഗോൾ എന്താണ്, റിയൽ ലക്ഷ്യം എന്താണ് എന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഇടയിൽ കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എത്ര കിലോ എക്സസ് വെയിറ്റ് ഉണ്ടെങ്കിലും ശരി, നിങ്ങൾ എക്സസ് വെയിറ്റ് കുറക്കാനും നിങ്ങൾക്ക് ഹെൽത്തി ആവാനും ഫിറ്റ് ആവാനും സാധിക്കും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ തോട്ട്സ് അങ്ങനെ വരാനുള്ള മെയിൻ റീസൺ? അതിനുള്ള മെയിൻ റീസൺ നിങ്ങൾ ഒരുപാട് പ്രോഗ്രാമുകൾ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട്സ് കിട്ടാതിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നടക്കാൻ പോയിട്ടുണ്ട്, ജിമ്മിൽ പോയിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ കാണുന്ന, ഇൻസ്റ്റയിൽ കാണുന്ന, ഫേസ്ബുക്ക് കാണുന്ന ഒരുപാട് ഫിറ്റ്നസ്സുകൾ ചെയ്തിട്ടുണ്ട്, ഡയറ്റുകൾ ഫോളോ ചെയ്തിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, വാട്ടർ ഡയറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത ഇനം ഒരുപാട് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്ത ഫലമായി അതിലൊന്നും കൃത്യമായ ഒരു റിസൾട്ട്സ് കിട്ടാത്തതിന്റെ ഫലമായി വെയിറ്റ് ലോസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം 10ൽ 1 മാത്രമാണ്. കാരണം നിങ്ങൾ 10ൽ 9 നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ഇതൊന്നും എനിക്ക് സാധിക്കില്ല, എനിക്ക് ഇതൊന്നും വെയിറ്റ് കുറക്കാൻ സാധിക്കില്ല, ഇപ്പൊ എന്റെ നിലവിലുള്ള എന്റെ ഈ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും എനിക്ക് റിക്കവർ ആവാൻ സാധിക്കില്ല, ഇനി എനിക്ക് ഇതേ കണ്ടീഷനിൽ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കേണ്ടി വരും, ഇതേ രീതി തന്നെ കടന്നുപോയി എന്റെ ജീവിതം അവസാനിക്കേണ്ടി വരും എന്നുള്ള ഒരു തോട്ട്സ് ആണ് ഒരു 90% എക്സസ് വെയിറ്റ് ആളുകളുടെയും മാനസികാവസ്ഥ. ഈ ഒരു മാനസിക അവസ്ഥയാണ് റിയലി നിങ്ങളുടെ എക്സസ് വെയിറ്റ് കുറക്കാൻ കഴിയാതെ പോകാനുള്ള റീസണും നിങ്ങൾക്ക് ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ആവാതിരിക്കാനുള്ള മെയിൻ റീസണും. ആ ചിന്തയെ നിങ്ങൾ തിരുത്താൻ നിങ്ങൾ എന്നാണോ റെഡി ആവുന്നത് അവിടെയാണ് നിങ്ങളുടെ സക്സസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്ര കിലോ വെയിറ്റ് കുറക്കാനുണ്ട് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ ഉണ്ടായി ആ ഒരു എക്സസ് വെയിറ്റ് എനിക്ക് കുറച്ചേ മതിയാവൂ എന്നുള്ള ഒരു ചിന്തയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കത് റിസൾട്ട്സ് ആക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇപ്പോൾ വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യണം, വെയിറ്റ് കുറക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എങ്ങോട്ടെങ്കിലും ഒരു ഭാഗത്തേക്ക് ടൂർ പോകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. എത്തുന്നതിന്റെ മെയിൻ റീസൺ നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് വാഹനത്തിൽ പോകണം,
എന്ന് പോകണം, എന്ന് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുമോ, സ്റ്റേ ചെയ്യണമെങ്കിൽ ഏത് തരം റൂം എടുക്കണം, അങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കണോ, അതോ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് കുറച്ച് ഫുഡ് കരുതി കൊണ്ടുപോകണോ, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാണാനുണ്ട്, അവിടെ എന്തൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാനുണ്ട്, അവിടെ ഏതെല്ലാം പ്ലേസിൽ നമ്മൾ പോകണം എന്നതിനെ കുറിച്ച് എല്ലാം വളരെ കൃത്യമായി ക്ലിയർ ആയി നിങ്ങൾ ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലൂടെ കടന്നു വരുന്ന സംഭവമാണ്. അതിന് ഇത്ര ഫിനാൻസ് ആവശ്യം വരും, അതവിടുന്ന് സെറ്റ് ചെയ്യണം, എല്ലാം A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ എത്താനും അതെത്തി അവിടെ എൻജോയ് ചെയ്യാനും തിരിച്ചു വരാനും സാധിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടൂർ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എങ്ങോട്ടൊന്നും അറിയില്ല, എപ്പോൾ പോകണമെന്നും അറിയില്ല, ഒരു ചിന്തയില്ലാതെ നിങ്ങൾക്ക് ടൂർ പോകാൻ കഴിയോ, യാത്ര പോയാൽ അങ്ങോട്ട് എത്താൻ കഴിയോ? ഇല്ല. അങ്ങനെ അങ്ങോട്ട് എത്താതെ തിരിച്ചു വന്നു കഴിഞ്ഞാല്, ഒരു യാത്ര പകുതി മധ്യേ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ 100 കിലോമീറ്റർ ഓടാനുള്ള നിങ്ങൾക്ക് ഒരു 10 കിലോമീറ്റർ പോയി തിരിച്ചു വന്നാൽ നിങ്ങൾ ചിന്തിക്കുമോ? ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് 100 കിലോമീറ്റർ അപ്പുറം പോകേണ്ട ഒരു സ്ഥലത്തേക്ക് ഒരു 20 കിലോമീറ്റർ പോയി തിരിച്ചു വന്നാൽ മതി, അല്ലെങ്കിൽ ഒരു 25 കിലോമീറ്റർ പോയി തിരിച്ചു വന്നാൽ മതി എന്ന് നിങ്ങൾ ചിന്തിക്കുമോ? അങ്ങനെ പോകുന്നതുകൊണ്ട് ആ 25 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് വല്ല ഗുണം ലഭിക്കുന്നുണ്ടോ? ചെറിയൊരു ആ ഒരു യാത്ര പോകുമ്പോൾ ഒരു ചെറിയൊരു ഇമോഷൻ, ഒരു ചെറിയൊരു ഫീലിങ്സ് എന്നതിലുപരി ആ ഒരു 100 കിലോമീറ്ററോ 200 കിലോമീറ്ററോ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന എൻജോയ്മെന്റും ഹാപ്പിനെസ്സും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നില്ല. ഇതാണ് റിയലി നിങ്ങളുടെ വെയിറ്റ് ലോസ് പ്രോഗ്രാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് 30 കിലോ വെയിറ്റ് കുറക്കാനുള്ള ആളെ സംബന്ധിച്ച്, ഒരു 20 കിലോ വെയിറ്റ് കുറക്കാനുള്ള ആളെ സംബന്ധിച്ച് നിങ്ങളുടെ ഗോള് നിങ്ങളെ 20 കിലോ വെയിറ്റ് കുറക്കണം എന്നുള്ളതായിരിക്കണം. 5 കുറച്ചാൽ മതി, 6 കുറച്ചാൽ മതി എന്നുള്ള ചിന്തയാണ് നിങ്ങൾ മനസ്സിലെങ്കിൽ നിങ്ങൾക്ക് അത് കുറക്കാൻ വളരെ പ്രയാസമായിരിക്കും. കാരണം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമില്ല, ബിലീഫ് സിസ്റ്റം നിങ്ങൾക്ക് ഇല്ലാതെ പോയി. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ഇല്ലാതെ പോയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അത്തരത്തിലൊരു ഗോൾ സെറ്റ് ചെയ്യാനും ആ സെറ്റ് ചെയ്ത ഗോളിനെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കാതെ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട്സ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നല്ലൊരു ഹെൽത്ത് റിസൾട്ട് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ എക്സസ് വെയിറ്റ് കുറച്ച് സ്ലിം ആവണം, ഫിറ്റ് ആണെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ലിമ്മായി ഫിറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ തീരും, നിങ്ങളുടെ ഹെൽത്ത് എത്രമാത്രം ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും, നിങ്ങളുടെ എനർജി ലെവൽ എത്രമാത്രം ആക്റ്റീവ് ആയിരിക്കും, നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എത്രമാത്രം ആക്റ്റീവ് ആയിരിക്കും എന്നതിനെ കുറിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലാക്കി വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡേ അതിലേക്ക് എത്താൻ പറ്റും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്, വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, പ്ലാനിങ് അല്ല, ജസ്റ്റ് ഡ്രീംസ് മാത്രം, അത് നമുക്ക് സഫലമാകാതെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നതുപോലെ ഡ്രീംസ് ആയി മാറും. നമുക്ക് ഡ്രീംസ് ഒരിക്കലും അത് ഗോളാക്കി മാറ്റാതെ അത് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള മെയിൻ റീസൺ, അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി നല്ലൊരു കോച്ചിങ് സിസ്റ്റത്തിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായി പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പകർത്താൻ ഇടയിൽ കഴിഞ്ഞാൽ നിങ്ങൾ എക്സസ് വെയിറ്റ് കുറക്കാൻ പറ്റും, സ്ലിം ആകാൻ പറ്റും, സ്മാർട്ട് ആകാൻ പറ്റും, ഹെൽത്തി ചെയ്യാൻ പറ്റും, ഫിറ്റ് ആകാൻ പറ്റും. നിങ്ങൾ നല്ലൊരു വെൽനസ് കോച്ചിനെ മീറ്റ് ചെയ്ത് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു 90 ദിവസം, ഒരു 120 ദിവസം നിങ്ങൾ എക്സസ് വെയിറ്റ് എത്ര ഉണ്ടോ ആ വെയിറ്റ് കുറയുന്നവരെ ഒരു നല്ലൊരു വെൽനസ് കോച്ചിനെ മീറ്റ് ചെയ്ത് ആ കോച്ച് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പകർത്താൻ റെഡി ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സസ് വെയിറ്റ് കുറക്കാനും നിങ്ങൾക്ക് ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ആകാനും എനർജറ്റിക് ആകാനും സാധിക്കും. എന്തിനാണ് കോച്ചിങ് സിസ്റ്റം? നമുക്കൊരു യാത്ര പോകുമ്പോൾ കൃത്യമായ ഒരു ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് കൃത്യമായ റൂട്ടിലൂടെ നമുക്ക് സഞ്ചരിച്ചെത്താൻ കഴിയുള്ളൂ. എന്നതുപോലെ തന്നെയാണ് നമുക്ക് ഒരു വെയിറ്റ് ലോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ പലവിധ പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരും. ആ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്
അതെങ്ങനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം, അതെന്തുകൊണ്ടാണ് വരുന്നതിനെ കുറിച്ച് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം തരുന്നത് കോച്ചായിരിക്കും. ആ ഊർജം കിട്ടുമ്പോൾ നമ്മൾ മുന്നോട്ട് ഗമിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കത് റിസൾട്ട്സ് ആയിട്ട് മാറും. നമ്മൾ എപ്പോഴേക്കാണോ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ടാണ് വെച്ചെങ്കിൽ ആ കൃത്യമായിട്ടുള്ള ഗോള് നമുക്ക് ആ സമയത്ത് തന്നെ അത് അച്ചീവ് ചെയ്യാനും നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു വെൽനസ് കോച്ചിനെ മീറ്റ് ചെയ്ത് നിങ്ങൾ ഇന്ന് തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക. ആ ഗോസ്റ്റ് എന്താണോ നിങ്ങൾ പറഞ്ഞതിന് അത് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കുക, ഒന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. ഓക്കെ, ഇതുപോലത്തെ വെയിറ്റ് ലോസുമായി സംബന്ധിച്ച് നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ്മെന്റുമായി സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഐ എം കുഞ്ഞിതു, ബെല്ലി ഫാറ്റ് എക്സ്പെർട്ട്.